man found dead on a beach. 1948 ഓസ്ട്രേലിയയിലെ സോമർട്ടൺ ബീച്ചിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഒരു ഡെഡ് ബോഡി കണ്ടുപിടിച്ചു. നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കാണപ്പെട്ടത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അദ്ദേഹം മരിച്ചു കിടക്കുമെന്ന് ആർക്കും തോന്നില്ല. പക്ഷേ അതൊരു മിസ്റ്ററി ആവാൻ കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ID പ്രൂഫോ ഒരു വാലറ്റോ ഒന്നും, ഡ്രസ്സിന്റെ ലേബൽ വരെ നോക്കിയപ്പോൾ അത് കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ആൾ പർപ്പസ്ഫുള്ളി അദ്ദേഹത്തിന്റെ IDs എല്ലാം മാറ്റി വെച്ച പോലെ. പോലീസുകാർ അന്വേഷണത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടി. അതിൽ പേർഷ്യനിൽ തമാം ഷട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്, which means it is finished. Creepy, right? പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അത് കണ്ടുപിടിക്കാൻ സാധിച്ചു. തമാം ഷഡ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ പോയട്രിയിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണ്. എന്നാൽ കുറെ ദിവസത്തിന് ശേഷം പോലീസിന് വേറൊരു കാര്യം കണ്ടെത്താൻ സാധിച്ചു. ബീച്ചിനടുത്തുള്ള സ്ട്രേഞ്ചറിന്റെ കാറിൽ ഈ സെയിം ബുക്കും അതിന്റെ കൂടെ ഒരു കോഡും അതേപോലെ ഒരു നമ്പറും കണ്ടെത്തുവാൻ സാധിച്ചു. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അവർക്ക് ഒരു ലേഡിയുടെ അടുത്തെത്തുവാൻ സാധിച്ചു. ആ ലേഡിയുടെ പേരാണ് ജോ തോംസൺ. ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോ ഈ സ്ത്രീയെ കാണിച്ചപ്പോൾ അവർക്കത് മനസ്സിലായെങ്കിലും അവരുടെ പെരുമാറ്റത്തിലൂടെ അത് റിജക്ട് ചെയ്തു. കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ആ സ്ത്രീക്ക് അതിന്റെ സത്യം അറിയാമെന്നാണ്. പക്ഷേ ഷീ ഈസ് നോട്ട് വില്ലിംഗ് ടു സേ ദാറ്റ് ട്രൂ. ഇപ്പോഴും ആ ഒരു പസിൽ അവർക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വാസ് ഹി ഹർ ലവർ ഓർ എ ക്രിമിനൽ? 2022 ആയ അദ്ദേഹത്തിന്റെ പ്രിസർവ് ചെയ്ത ഹെയർസ് DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരും ബാക്കി ഡീറ്റെയിൽസും കണ്ടെത്താൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് കോൾ വെബ് എന്നും അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആൻഡ് ഓൾസോ ഹീസ് ഫ്രം മെൽബൺ. 2025 അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ടിൽ നിന്ന് കിട്ടിയ ആ കോഡോ എന്താണെന്ന് ആർക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ദ ക്വസ്റ്റ്യൻ, ഹു വാസ് കോൾ വെബ് ആൻഡ് വാട്ട് വാസ് ഹി ഹൈഡിങ്?